മാധ്യമപ്രവർത്തകർ ഒരുവൻ പിറകെ അവിടെ നിന്നും മാറിയതോടെ പരിസരം പതി ശാന്തമാകാൻ തുടങ്ങി. ആദിത്യൻ കൈകൾ നെഞ്ചിൽ പിണച്ച് വെച്ചുകൊണ്ട് അവിടെ തന്നെ നിന്നു. അവൻ്റെ കണ്ണുകൾ അപ്പോഴും അനന്യയിലാണ്. ഇൻ്റർവ്യൂ കഴിഞ്ഞ് അവൾ നേരെ തൻ്റെ അടുത്തേക്ക് വരുന്നത് കണ്ടപ്പോൾ അറിയാതെ തന്നെ അവൻ്റെ ചുണ്ടുകൾ ഒരു ചെറിയ പുഞ്ചിരി വിരിഞ്ഞു. ഇപ്പോൾ വന്ന് സംസാരിക്കുമല്ലോ എന്ന പ്രതീക്ഷ അവൻ്റെ മുഖത്ത് വ്യക്തമായി കാണാമായിരുന്നു. എന്നാൽ അവൾ അടുത്തെത്തിയ നിമിഷം പോലും അവനെ നോക്കിയതേയില്ല. ഒരു നോട്ടം പോലും നോക്കാതെ അവനെ മാറിക്കടന്ന് നേരെ മുന്നോട്ട് നടന്നവൾ. ആദിത്യൻ്റെ പുഞ്ചിരി നിമിഷങ്ങൾക്കുള്ളിൽ മാഞ്ഞുപോയി. എന്ത് എന്ന ഭാവത്തിൽ കൈകൾ ഇരുവശത്തേക്കും വിരിച്ചുകൊണ്ട് അവൻ അവളെ തന്നെ നോക്കി നിന്നു. അനന്യയാകട്ടെ പിന്നിലേക്കൊന്ന് തിരിഞ്ഞു നോക്കാൻ പോലും തയ്യാറാകാതെ കടൽ തീരത്തെ മൃദുവായ മണലിലൂടെ അവൾ നടന്നു നീങ്ങി. ഹോ, എന്തൊരു അഹങ്കാരമാണ് അവൾക്ക്! അവൻ സ്വയം പെറുപെറുത്തു. ഒരു ഇൻ്റർവ്യൂ കൊടുത്തപ്പോഴേക്കും എന്നെ കണ്ടില്ലെന്ന് നടക്കുകയാണ് അവൾ. അല്ല, ഇതിൻ്റെ പിന്നിൽ വേറെ എന്തെങ്കിലും കാര്യമുണ്ടോ? പോയി ചോദിച്ചിട്ട് തന്നെ കാര്യമുള്ളൂ. അത്രയും പറഞ്ഞവൻ വേഗത്തിൽ അവളുടെ പിന്നാലെ ഓടി. ഏതാനും ചുവടുകൾക്കുള്ളിൽ അവളെ മറികടന്നവൻ മുന്നിൽ കയറി നിന്നു. അവൾ നടപ്പ് നിർത്തി ശാന്തമായി അവനെ നോക്കി. എന്താ നിന്റെ പ്രശ്നം? അവൻ നെറ്റിച്ചുളിച്ചുകൊണ്ട് ചോദിച്ചു. ഞാൻ ഇവിടെ നിൽക്കുന്നത് പോലും കണ്ടില്ലെന്ന് നടിച്ച് അങ്ങ് നടന്നു പോവുകയാണല്ലോ നീ. എന്തിനാ അതെല്ലാം ചെയ്യുന്നത്? അനന്യയുടെ ചുണ്ട് നേർത്തൊരു പുഞ്ചിരി തെളിഞ്ഞു. സാർ, അവൾ പതിയെ വിളിച്ചു. എന്നെ ശ്രദ്ധിക്കരുത്, എൻ്റെ അടുത്തേക്ക് വരരുത്, ആരെങ്കിലും കണ്ട പ്രശ്നമാകും എന്നൊക്കെയല്ല സാർ തന്നെയല്ലേ എന്നോട് പറഞ്ഞത്? ഒരു നിമിഷം നിർത്തി അവൾ അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി. അപ്പോൾ ഞാൻ വന്ന് സംസാരിച്ചില്ലെങ്കിൽ അതല്ലേ മര്യാദക്കേട്? അതുകൊണ്ടാണ് ഞാനും ഒന്നും പറയാതെ മാറിപ്പോയത്. അവളുടെ മറുപടി കേട്ടതും ആദിത്യൻ്റെ മുഖത്തെ ദേഷ്യം ഒറ്റ നിമിഷം കൊണ്ട് മാഞ്ഞുപോയി. അയ്യോ, ഞാൻ പറഞ്ഞത് ഇവൾ ഇത്ര സീരിയസ് ആയി എടുത്തോ എന്ന് മനസ്സിൽ പറഞ്ഞുകൊണ്ട് എന്തു മറുപടി പറയണമെന്നറിയാതെ അവൾ അവനെ തന്നെ നോക്കി നിന്നു. എന്ത് അഹങ്കാരമായി ഇവൾക്ക്! ഇൻ്റർവ്യൂ എന്ന ജീവിതത്തിൽ കണ്ടിട്ടില്ലാത്തതുപോലെ. അതെങ്ങനെയാ? എല്ലാം ആദ്യമായിട്ടല്ല അവൾ അറിയുന്നത് തന്നെ. എന്തിനാ ഇങ്ങനെ പുരുകമുയർത്തി നിൽക്കുന്നു? ആദ്യത്തെ ചുണ്ട് കുറിപ്പിച്ച് ചോദിച്ചതും അനന്യ അവനെ നോക്കി ചെറുതായി ഒന്ന് ചിരിച്ചു. ഇത്രയും വർഷമായി എൻ്റെ ഒരു സ്വപ്നമായിരുന്നു ഇത്. അവളുടെ കണ്ണുകൾ സന്തോഷത്തിൽ തിളങ്ങി. നീറ്റ് പരീക്ഷയിൽ പാലക്കാട് ജില്ലയിൽ 1ാം റാങ്ക് നേടാൻ കഴിഞ്ഞു. ശരിക്കും എനിക്ക് എപ്പോഴും വിശ്വസിക്കാൻ കഴിയുന്നില്ല. ആ വാക്കുകൾ നിറഞ്ഞ സന്തോഷം വ്യക്തമായിരുന്നു. പക്ഷേ അടുത്ത നിമിഷം ആദ്യത്തെ നിസ്സംഗമായി പറഞ്ഞു. ആ സന്തോഷം എന്നോടല്ല പറയേണ്ടത്, നിന്റെ അച്ഛനോടും അമ്മയും എൻ്റെ അച്ഛനോടും അമ്മയോടും എന്ന് വിളിച്ചു പറ. അനന്യയുടെ മുഖത്തെ പുഞ്ചിരി പതിയെ മാഞ്ഞുപോയി. കണ്ണുകളിൽ ഒരു നീയൽ പടർന്നു. അത് ആദിത്യൻ ശ്രദ്ധയിൽപ്പെട്ടു. എന്തിനാ നീ ഇങ്ങനെ നിൽക്കുന്നത്? വേഗം വിളിക്ക്. അവളൊന്നും മിണ്ടിയില്ല. കേൾക്കുന്നില്ലേ? അമ്മയും അച്ഛനെയും വിളിച്ച് ഈ സന്തോഷവാർത്ത പറയുന്നേ. കുറച്ചു നേരം മൗനമായി നിന്ന ശേഷം അനന്യ അവനെ തന്നെ തുറച്ചു നോക്കി പതിയെ ശബ്ദത്തിൽ പറഞ്ഞു. സാർ, അവരോട് സംസാരിക്കാൻ എൻ്റെ കയ്യിൽ ഫോണൊന്നുമില്ല. ഓ, അതാണോ പ്രശ്നം? ഒന്നും ആലോചിക്കാതെ ആദിത്യൻ ഷർട്ടിൻ്റെ പോക്കറ്റിൽ നിന്ന് മൊബൈൽ എടുത്ത് അവൾക്ക് നേരെ നീട്ടി. ഇതാ എൻ്റെ ഫോൺ ഉപയോഗിച്ച് വിളിക്കുന്നേ. ആദ്യം നിൻ്റെ അമ്മയോ അച്ഛനെയോ വിളിച്ച് ഈ വാർത്ത പറയും. അനന്യ ഫോൺ വാങ്ങിയും സ്ക്രീനിലേക്ക് നോക്കി നിശ്ചലമായിരുന്നു. ഇനി എന്തായി നിനക്ക്? അവൾ ശാന്തമായി തല ഉയർത്തി. പാസ്വേഡ്. ഒരു നിമിഷം ആദിത്യൻ അവളെ തുറിച്ചു നോക്കി. പിന്നെ ചിരിയോടെയും ചെറിയ ദേഷ്യത്തോടെയും പറഞ്ഞു. നീ എന്നെ കളിയാക്കുകയാണോ? അവളൊന്നും മനസ്സിലാക്കാത്തതുപോലെ അവനെ നോക്കി നിന്നു. രാവിലെ എൻ്റെ ഫോൺ മോഷ്ടിച്ചിട്ട് അതിലെ എല്ലാ പണിയും കഴിഞ്ഞ് നീയല്ലേ എൻ്റെ അടുത്ത് കൊണ്ടുവച്ചേ. ഇപ്പോൾ അതേ ഫോണിൻ്റെ പാസ്വേഡ് വീണ്ടും ചോദിക്കുകയാണോ നീ? അനന്യ അതിശയത്തോടെ അവനെ നോക്കി. അടുത്ത നിമിഷം തന്നെ ആദിത്യൻ അവളുടെ കൈത്തണ്ടയിൽ പിടിച്ച് തൻ്റെ അടുത്തേക്ക് വലിച്ചു. വാ. അവൻ അവളുടെ ചൂണ്ടുവിരൽ പതിയെ എടുത്ത് മൊബൈലിൻ്റെ ഫിംഗർ പ്രിൻ്റ് സെൻസിൽ വെച്ചു. ടിക് എന്നൊരൊറ്റ സ്ക്രീൻ കൊണ്ട് അത് അൺലോക്കായി. അനന്യ പതറലോടെ സ്ക്രീനിലേക്കും പിന്നെ ആദിത്യൻ്റെ മുഖത്തേക്കും നോക്കി. നീയേ വല്ലാതെ അഭിനയിക്കേണ്ട കേട്ടോടി. ഇനി എന്തിനാ നിൽക്കുന്നത്? വിളിക്കുന്നേ. അവൻ ഫോൺ അവളുടെ കയ്യിലേക്ക് വീണ്ടും കൊടുത്തുകൊണ്ട് പറഞ്ഞു. ആദിത്യൻ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങിയ അനന്യ തൻ്റെ അച്ഛൻ്റെ നമ്പർ ഡയൽ ചെയ്യാനായി കോൺടാക്റ്റ് ലിസ്റ്റ് തുറന്നു. അപ്പോഴാണ് സ്ക്രീനിൻ്റെ മുകളിലായി തെളിഞ്ഞു നിൽക്കുന്ന നോട്ടിഫിക്കേഷനുകൾ അവളുടെ ശ്രദ്ധയിൽപ്പെട്ടത്. ഡാഡ് 5 മിസ്ഡ് കോൾ. അതിന് താഴെ മോം 5 മിസ്ഡ് കോൾ. അതിനും താഴെ വിഹാൻ 3 മിസ്ഡ് കോൾസ്. ഒരു നിമിഷം അവൾ അതിശയത്തോടെ സ്ക്രീനിലേക്ക് നോക്കി നിന്നു. പിന്നെ പതിയെ തലയുയർത്തി ആദിത്യനെ നോക്കി. സാർ, എന്താടി ഇനി? നിങ്ങളുടെ വീട്ടിൽ നിന്ന് ഇത്രയും തവണ വിളിച്ചിട്ടുണ്ട്. അച്ഛനും അമ്മയും പിന്നെ വിഹാൻ ചേട്ടനും. അവനൊന്ന് നോക്കി നിന്നല്ലാതെ ഒന്നും പറഞ്ഞില്ല.
സാർ, നിങ്ങൾ എന്തുകൊണ്ട് കോൾ അറ്റൻഡ് ചെയ്യാതിരുന്നത്? അനന്യയുടെ ചോദ്യത്തിന് ആദിത്യൻ നിസ്സംഗമായി തോളുയർത്തി. ഓഫീസിലായിരുന്നല്ലോ. അവൻ്റെ മറുപടി കേട്ട് അവൾക്ക് ദേഷ്യം വന്നു. അതിന് നിങ്ങളെപ്പോഴാണ് ഓഫീസിലേക്ക് പോയത്? അതൊക്കെ ഞാൻ പോയി. സാർ, ഇതൊക്കെ കുറച്ച് ഓവറാണ്. അവൻ പുരുകം ചുളിച്ചു. എന്ത്? നിങ്ങളുടെ അമ്മയും അച്ഛനും അനിയനും ചേർന്ന് ഇത്രയും തവണ വിളിച്ചിരിക്കുന്നു. എന്തെങ്കിലും അത്യാവശ്യ കാര്യമാണെങ്കിലോ? അവളുടെ ശബ്ദത്തിൽ ആശങ്ക നിറഞ്ഞു. അതൊന്നും അറിയാതെ ഓഫീസ് ടൈമിൽ ഫോൺ എടുക്കാറില്ല എന്നും പറഞ്ഞ് നിൽക്കുകയാണ് നിങ്ങൾ. ആദിത്യൻ ഒരു ദീർഘശ്വാസം വിട്ടു. രാവിലെ 9 മണി മുതൽ വൈകിട്ട് 6 മണി വരെ എനിക്ക് ഓഫീസ് ജോലിയാണ്. ആ സമയത്ത് ഞാൻ ഫോൺ വൈബ്രേഷനിലിടും. അത്യാവശ്യമില്ലാതെ വീട്ടിൽ നിന്ന് ആരും എന്നെ വിളിക്കാറുമില്ല. ഞാനത് ഓർത്തില്ല സൈലൻറ്റിലാണെന്ന്. അവനൊരു നിമിഷം നിർത്തി അവളെ നോക്കി. ഇന്ന് മാത്രം ഇത്രയും കോൾ വന്നത് ചിലപ്പോൾ നിന്നെക്കുറിച്ച് എന്തെങ്കിലും പറയാനായിരിക്കും. അത് ഞാൻ ശ്രദ്ധിച്ചില്ല. അനന്യയുടെ മുഖം കൂടുതൽ ഗൗരവമായി. അത് തന്നെയല്ലേ സാർ ഞാൻ പറഞ്ഞതും. അവൾ ഫോൺ നേരെ നീട്ടി. ഇത്രയും തവണ വിളിച്ചിട്ട് പോലും നിങ്ങൾ എടുത്തില്ലെങ്കിൽ വീട്ടിലുള്ളവർ എത്രമാത്രം വിഷമിച്ചിട്ടുണ്ടാകും. അവളുടെ വാക്കുകൾ കേട്ട് ആദിത്യൻ ഒരു നിമിഷം മിണ്ടാതെ നിന്നു. പിന്നെ ഫോൺ വാങ്ങാൻ കൈ നീട്ടിയെങ്കിലും അനന്യ അത് പിൻവലിച്ചു. ഇല്ല, ആദ്യം വീട്ടിലേക്ക് വിളിക്കാം. അവൾ കോൺടാക്ട് ലിസ്റ്റിൽ ഡാഡ് എന്ന നമ്പർ തിരഞ്ഞെടുത്ത് കോൾ ബട്ടൺ അമർത്തി. ഫോൺ സ്പീക്കറിലല്ല, സാധാരണ കോളിലാണ്. റിംഗ് മുഴങ്ങാൻ തുടങ്ങി. ആ കോളിൻ്റെ മറുവശത്ത് നിന്ന് ആരാണ് ആദ്യം സംസാരിക്കുമെന്ന ആകാംക്ഷയിൽ ഇരുവരും നിശബ്ദമായി കാത്തുനിന്നു. റിംഗ് രണ്ടാമത്തെ തവണ മുഴങ്ങും മുമ്പേ തന്നെ മറുവശത്ത് നിന്ന് കോൾ അറ്റൻഡ് ചെയ്തു. എന്താടാ ആദി? അച്ഛൻ്റെ ശബ്ദത്തിൽ ചെറിയ പരിഭവം നിറഞ്ഞിരുന്നു. ഇന്ന് ഇത്രയും തവണ നിന്നെ വിളിച്ചിട്ട് ഒരു പ്രധാന കാര്യം പറയാനായിരുന്നു. 5 തവണ വിളിച്ചിട്ടും ഒരെണ്ണം പോലും നീ അറ്റൻഡ് ചെയ്തില്ലല്ലോ. ആദിത്യൻ ഒരു നിമിഷം മിണ്ടാതെ നിന്നു. അച്ഛ, ഡ്യൂട്ടി സമയത്ത് ഞാൻ പേഴ്സണൽ കോളുകൾ എടുക്കാറില്ലെന്ന് നിങ്ങൾക്കറിയില്ല. അത്യാവശ്യ കാര്യമില്ലാതെ നിങ്ങൾ എന്നെ ഇത്രയും വിളിക്കാറുമില്ല. പിന്നെ ഇന്ന് എന്താണ് ഇത്രയും തവണ വിളിക്കാനുള്ള കാര്യം? അവൻ ശബ്ദത്തിൽ പതിവ് ഗൗരവം നിറഞ്ഞതും. മറുവശത്ത് കുറച്ച് നിമിഷങ്ങൾ നിശബ്ദത. ശേഷം അച്ഛൻ ഉറച്ച സ്വരത്തിലായി അവനോട് പറഞ്ഞു. ആദി, പഴയതുപോലെയല്ല ഇപ്പോൾ നിന്റെ ജീവിതം. നിന്റെ ജീവിതത്തിൽ മറ്റൊരാൾ കൂടി ഉണ്ടെന്ന കാര്യം നീ മറന്നു പോകരുത്. ആ വാക്കുകൾ കേട്ടതും ആദിത്യൻ്റെ നോട്ടം അറിയാതെ അനന്യയിലേക്ക് നീങ്ങി. അവൾ അവൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കി നിൽക്കുകയാണ്. ഇന്ന് എന്താ നടന്നതെന്ന് നിനക്കറിയാമോ? അച്ഛൻ വീണ്ടും ചോദിച്ചു. ന്യൂസ് കണ്ടോ നീ? ഇല്ല. ഏത് ന്യൂസ്? ആദിത്യൻ നെറ്റി ചുളിച്ചുകൊണ്ട് ചോദിച്ചു. അച്ഛൻ ദീർഘശ്വാസം വിട്ടു. ആദി, അനന്യ നീറ്റ് പരീക്ഷയിൽ കേരളത്തിൽ 1ാം റാങ്ക് നേടിയിട്ടുണ്ട്. ആദിത്യൻ കണ്ണുകൾ അറിയാതെ വികസിച്ചു. മറുവശത്ത് അച്ഛൻ്റെ ശബ്ദം അപമാനത്തോടെ നിറഞ്ഞു. കേരളത്തിൽ തന്നെ അഭിമാനമായി മാറിയിരിക്കുകയാണ് അവൾ, എൻ്റെ മരുമകൾ. മുഖ്യമന്ത്രി വരെ അഭിനന്ദനം അറിയിച്ചിട്ടുണ്ട് അവളെക്കുറിച്ച്. എല്ലാ ന്യൂസ് ചാനലുകളും അവളെക്കുറിച്ച് ഇപ്പോൾ സംസാരിക്കുന്നത് തന്നെ. എത്രയോ ആളുകൾ അവളെ അഭിനന്ദിക്കുന്നു. ഒരു നിമിഷം നിർത്തിയ ശേഷം അച്ഛൻ ചെറിയ പരിഭവത്തോടെ തുടർന്നു. പക്ഷേ അവളുടെ ഭർത്താവായ നീ മാത്രം ഏത് ന്യൂസ് എന്ന് ചോദിക്കുകയാണ് ഇപ്പോഴും. ആ വാക്കുകൾ കേട്ടതും ആദിത്യൻ മിണ്ടാതായി. അവൻ്റെ മുഖത്ത് ആദ്യമായി കുറ്റബോധത്തിൻ്റെ ഒരു നേരിയ നീൽ പടർന്നു. അനന്യ ശാന്തമായി അവനെ നോക്കി നിന്നു. അവളുടെ കണ്ണുകൾ വിജയത്തിൻ്റെ സന്തോഷത്തേക്കാൾ അവൻ്റെ മനസ്സിൽ ഉയർന്ന നിശബ്ദമായ മാറ്റം കാണാനുള്ള കാത്തിരിപ്പായിരുന്നു. ആദി, ഫോൺ അനന്യക്ക് കൊടുക്കുന്നീ. അച്ഛൻ്റെ വാക്കുകൾ കേട്ടതും ആദിത്യൻ അനന്യയെ നോക്കി. ദാ പിടിക്ക്. ഞാനോ? ഫോണെടുത്ത് സംസാരിക്കടി. പതിവ് ഗൗരവം കലർന്ന സ്വരത്തിലായിരുന്നു അവൻ്റെ മറുപടി. മുരടൻ. അവൾ അവനെ അടിമുടി നോക്കിക്കൊണ്ട് വെറുപുറത്തു. എന്താ പറഞ്ഞത്? ഒന്നുമില്ല. ചിരി അടക്കിക്കൊണ്ട് അവൾ ഫോൺ കാതോട് ചേർത്തു. ഹലോ അച്ഛ. മോളെ. ആ വിളിയിൽ തന്നെ വാത്സല്യം നിറഞ്ഞു നിന്നിരുന്നു. ആദ്യം പറയുന്നതൊന്നും നീ മനസ്സിൽ വെക്കണ്ട. അവൻ എപ്പോഴും ഇങ്ങനെയല്ല. ജോലിയുടെ ടെൻഷൻ കൂടുമ്പോഴാണ് ഇങ്ങനെ ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നത്. സാരമില്ല അച്ഛ. കൺഗ്രാജുലേഷൻസ് മോളെ. ഞങ്ങൾ എല്ലാവരും ഒരുപാട് അഭിമാനമുണ്ട് നിന്റെ കാര്യത്തിൽ. താങ്ക് യു അച്ഛ. വിഹാൻ നിന്നെ അഭിനന്ദിക്കാനായി എത്ര തവണ വിളിച്ചെന്നറിയാമോ? നീ ഫോൺ എടുക്കാത്തത് കൊണ്ട് അവൻ വിഷമിച്ചിരുന്നത്. താങ്ക് യു അച്ഛ. വിഹാൻ നിന്നെ അഭിനന്ദിക്കാനായി എത്ര തവണ വിളിച്ചെന്നറിയാമോ? നിനക്കാണെങ്കിൽ ഫോണുമില്ല. അവനാണ് ഫോൺ എടുക്കാത്തത് കൊണ്ട് അവൻ വിഷമിച്ചിരിക്കുന്നത്. സാരമില്ല അച്ഛ. ഞാൻ പിന്നീട് അവനെ വിളിച്ചോളാം. ശരി മോളെ. ഇനി ഫോൺ ആദിക്ക് കൊടുക്കുന്നേ. ശരി.